Welcome back to Ideal Tech Master. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിക്ക്, അതായത് ഈ വുഡ് ആൻഡ് നെയിൽ ട്രിക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ആരിസ് ഖാന്റെ ചാനലിൽ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ വന്നിരുന്നു. അതായത് ഇതിന്റെ ട്രിക്ക് അറിയുന്നവർ കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യുകയുണ്ടായി, ഇത് പൊട്ടിച്ചിട്ടാണ് അല്ലെങ്കിൽ 2 പീസ് ഒട്ടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതെങ്ങനെയാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ആണി ലോക്ക് ചെയ്തതെന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോസുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വുഡൻ നെയിൽ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 6 ഇഞ്ച് നീളത്തിലുള്ള ഇതുപോലെ ഒരു വുഡ് പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം 4 ഇഞ്ച് നീളമുള്ള നമ്മൾ ഇതുപോലെ ഒരു ആണി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പീസിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കുകൾ ഇടണം. അപ്പോൾ മാർക്കുകൾ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ നമ്മൾ ഈ നമ്പർ ഇടുന്ന ഭാഗങ്ങൾ നമുക്ക് നിർത്താനും നമ്പർ ഇടാത്ത ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാനുമാണ്. അപ്പം നമ്മളെ മാർക്ക് ചെയ്ത വുഡ് പീസിന്റെ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ആണി നമ്മൾ ലോക്ക് ചെയ്യാൻ പോകണേ. അതായത് ഈ ഫ്രെയിമിന്റെ ഒരു കാല് പോലും നമ്മൾ പൊട്ടിക്കാതെ ഈ ആണി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ട്രിക്ക് എന്താണെന്നാണ് നമ്മൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതുപോലെ ഒരു പഴയ പാത്രം എടുക്കുന്നത്, ആ പാത്രത്തിൽ ഏകദേശം നമ്മുടെ ഒരു ഫ്രെയിം മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ ഈ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഈ വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ മുക്കി വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നമ്മളൊരു ഏകദേശം ഒരു 20-30 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ വുഡ് പീസിന്റെ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ വൈസിനകത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇത് ഇറക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ വൈസ് നമ്മൾ ഇതുപോലെ മാക്സിമം നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വുഡ് കാണാൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചതഞ്ഞ് ഉള്ളിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതിൽ ആണി കയറേണ്ട ഒരു ഹോൾ ഉണ്ട്. ആ ഹോൾ എവിടെയാണോ വേണ്ടത് അത്രയും നമ്മളിത് ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് നമുക്കിത് കൊണ്ടുവരണം. അപ്പോൾ ഇത് തിരിച്ചത് നമ്മുടെ വയസ്സിൻ്റെ ഹാൻഡിൽ ഇത് ഇപ്പോൾ ബെൻഡ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിർത്താനായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി ഇത് തിരിച്ച് ടൈറ്റ് ചെയ്യാണ്ടേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാണാൻ പറ്റും നമ്മുടെ ലാസ്റ്റത്തെ ഈ വയസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു പില്ലർ ഏകദേശം മറ്റു പില്ലറുകൾ ഏകദേശം ഒരു 1 ഇഞ്ചിനടുത്ത് ഉള്ളിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇനി ഇത് ഹോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് ആണി ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് ഈ വയസ്സ് നമുക്ക് റിലീസ് ചെയ്ത് ഈ വുഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, കാരണം കുറച്ച് ടൈം നമുക്ക് ഇത് കൊടുക്കണം. ഏകദേശം ഓരോ ദിവസത്തോളമെങ്കിലും നമുക്ക് ടൈം കൊടുക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള വാക്കുകൾ നമ്മൾ ചെയ്യുന്നതിന് 1.5 ദിവസത്തിന് ശേഷമായിരിക്കും. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ വുഡ് പീസ് നമ്മൾ ഈ വയസ്സിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഇതിനൊരു ഹോൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ആണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പീസിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതേ ഹോളുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ആണി കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഈ പീസിന്, അതായത് നമ്മളിപ്പോൾ പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിന് നമ്മൾ ആദ്യം ഉപയോഗിച്ച അതേ ട്രിക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇതിനെ മുക്കി വെക്കാൻ പോവാണ്. അപ്പം നമ്മുടെ പീസ് വെള്ളത്തിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആണി നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് ഇത് ചാടി പോരായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടേപ്പ് കൊണ്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുക്കി വെക്കാൻ പോവാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കിതിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വുഡ് പീസ് ഇതേ വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റായി. 15 മിനിറ്റിന് ശേഷം നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ വുഡ് പീസ് ഇപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ വുഡിൻ്റെ പീസ് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ജാമാക്കി വയസ്സിൽ വെച്ച് ജാമാക്കി വെച്ചിരുന്ന പില്ലറും ഇപ്പോൾ ഒരേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആണിയുടെ ഈ ഒരു സ്റ്റിക്കറും കൂടി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ ഇതിൻ്റെ ഉള്ളിൽ ലോക്കായിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ചെയ്താലും ഈ ആണിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരാൻ കഴിയില്ല. അപ്പോൾ വുഡ് ആൻഡ് നെയിൽ ട്രിക്ക് എന്ന് പറയുന്ന ഈ ഏടാകുളത്തിൻ്റെ ഇത്രയും കാലം നമ്മളിൽ നിന്ന് അജ്ഞമായിട്ടിരുന്ന ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ട് നമുക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെന്നൊരു ചോദ്യം മാത്രമേ ഇതിനകത്ത് അവശേഷിക്കുകയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇടകൂടെ നമ്മൾ ഇത്രയും കാലം നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടിരുന്നത്.
എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഈ ഒരു ടെക്നിക്ക് മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പല ആളുകൾ പറയുന്ന പോലെ ഇത് പൊട്ടിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് ചെയ്തിട്ടോ അല്ല ഈ ഒരു നെയിൽ ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ